നിങ്ങൾ ഈ പ്രൊഡക്ഷൻ ഹൗസസിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ നോട്ട്. നമ്മൾ ഈ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുമ്പോഴാണ് ആൾക്കാർക്ക് തോന്നുന്നത് ഇതൊരു ഷോർട്ട് ഫിലിമാണ്. പടം കണ്ടിട്ട് പറയും ഷോർട്ട് ഫിലിമിനുള്ള കഥയേ ഉള്ളൂ, അതവർ വലിച്ചു നീട്ടി എന്ന് പറയും. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ഗൈസ്, എസ്പെഷ്യലി ട്രഡീഷണൽ പ്രൊഡക്ഷൻ ഹൗസസ് സ്ഥിരമായിട്ട് പടം പിടിക്കുന്നത് ഇതൊരു ബിസിനസ്സായിട്ട് കോൺസ്റ്റന്റ് ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ട്രെൻഡ് അനുസരിച്ച് പടം എടുക്കാനാണ് നോക്കുന്നത്. അവിടെ നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു എലമെന്റ് നിങ്ങൾ പിടിച്ചു വെച്ചിട്ട് വേണം ഇത് രജിസ്റ്റർ ചെയ്യാൻ. എല്ലാ കഥയും കൂടെ നിങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് രജിസ്റ്റർ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രൊഡക്ഷനോ പ്രൊഡ്യൂസറിനോ മെയിൽ അയക്കുമ്പം നിങ്ങൾ സബ്ജക്റ്റ് ലൈനിൽ തന്നെ ഡയറക്റ്റ് റെഫറൻസ് നോക്കുക. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ളതല്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറി ടെല്ലേഴ്സിനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും കുറിച്ച് അവർക്കൊരു ജനറൽ ടോക്ക്. അതായത് നിങ്ങൾ ഈ പ്രൊഡക്ഷൻ ഹൗസസിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ നോട്ട്, അതായത് ചെറിയ ടിപ്സുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു 8 വർഷമായിട്ട് 100-400 സ്ക്രിപ്റ്റ് വായിക്കുകയും കഥ കേൾക്കുകയും ചെയ്തുള്ള ഒരു അനുഭവത്തിൽ പറയുന്നതാണ്. ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നുള്ളത്. ആദ്യമായിട്ട് പറയേണ്ടത് സ്റ്റോറി ടെല്ലേഴ്സ്. എല്ലാവർക്കും സ്റ്റോറി എഴുതാൻ കഴിവുള്ളവർക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുണ്ടാവണമെന്നില്ല. സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുള്ളവർക്ക് നല്ല സ്റ്റോറികൾ അവരുടെ മനസ്സിൽ വരണമെന്നുമില്ല. ഇത് രണ്ടും രണ്ട് മേഖലയാണ്. ഇത് രണ്ടിനെയും കുറിച്ച് നിങ്ങൾ രണ്ടുപേര് ജോയിൻ ചെയ്ത്, അതായത് നല്ല സ്റ്റോറി ഉള്ള ഒരാളും നല്ലപോലെ സ്ക്രിപ്റ്റ് എഴുതാൻ അറിയുന്ന ഒരാളും കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുമ്പം ആ പ്രൊജക്റ്റിന് പ്രത്യേകമായിട്ട് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ സ്റ്റോറിനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്റ്റോറികൾ നിങ്ങളത് കുറിച്ചിട്ട് നിങ്ങളൊരു അത് കുറിച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഒരു 2-3 പേജിൻ്റെ സ്റ്റോറി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതിനൊരു സ്റ്റോറി ഉണ്ട്, ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്, ഒരു ഇൻട്രോ ഉണ്ട്. എല്ലാ സ്റ്റോറികളും നമുക്ക് സിനിമയാക്കാൻ പറ്റില്ല. പല സ്റ്റോറികളും ഞാൻ പല സ്ക്രിപ്റ്റുകളും വായിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സിനിമയുടെ ഒരു ഇതല്ല, പക്ഷേ ഇതൊരു നല്ലൊരു ബുക്കാക്കിയാൽ ഇത് വർക്കൗട്ട് ആവും. അതായത് സ്റ്റോറി ടെല്ലിംഗ് ഇതിനകത്തുണ്ട്, പക്ഷേ ഇറ്റ്സ് മോർ ഓഫ് എ ബുക്കിഷ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് പറയാറുണ്ട്. എല്ലാവരും എൻ്റെ ഉപദേശം എടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് അങ്ങനെ ഒരു ഉപദേശം നിങ്ങൾക്ക് വരുവാണെങ്കിൽ ബെസ്റ്റ് ഐഡിയ ഈസ് ടു ഗോ ഹെഡ് ആമസോണോ അല്ലെങ്കിൽ കിൻഡിൽ പോലുള്ളതോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രഡീഷണൽ ബ്രിക്ക് ആൻഡ് മോട്ടോർ ബിസിനസ്സിൻ്റെ അടുത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഓൺലൈനിലായിട്ട് ഒരുപാടുണ്ട്. അവിടെ പോയിട്ട് ഇത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക. ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്താലും നിങ്ങൾക്കൊരു വരുമാനം കിട്ടും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വൺ, ഇൻ ഫ്യൂച്ചർ ഇറ്റ് ക്യാൻ സംബഡി മേ തിങ്ക്, ഓക്കെ ഇത് ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സിനിമയാക്കാം. അപ്പം ബുക്ക് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു റവന്യൂ കിട്ടും. സിനിമയാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റവന്യൂ കിട്ടുകയും ചെയ്യും. സോ എല്ലാ സ്റ്റോറീസും കനോട്ട് ബി മേഡ് എ സിനിമ. എവറി സ്റ്റോറി ഈസ് നോട്ട് എ സിനിമ ആസ് വെൽ. അതായത് ഉദാഹരണം പറഞ്ഞാൽ പല സ്റ്റോറികളും നമ്മൾ ഈ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുമ്പോഴാണ് ആൾക്കാർക്ക് തോന്നുന്നത് ഇതൊരു ഷോർട്ട് ഫിലിമാണ്. പടം കണ്ടിട്ട് പറയും ഷോർട്ട് ഫിലിമിനുള്ള കഥയേ ഉള്ളൂ, അതവർ വലിച്ചു നീട്ടി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ഷോർട്ട് ഫിലിം. ഇന്നത്തെ കാലത്ത് ഷോർട്ട് ഫിലിം 30 മിനിറ്റ്സും 45 മിനിറ്റ്സിൻ്റെയും ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊരു വേറൊരു കാറ്റഗറി തന്നെ വരുത്തണമെന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അത് 30 മിനിറ്റ്സിന് ശേഷം, അതായത് ഇപ്പോൾ അറിയാമല്ലോ മൂവി 1.5 hours to 2 hours to 3 hours 320 വരെ ഇപ്പം മൂവി പോകുന്നുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സിന് മേളിൽ വരുന്ന ഷോർട്ട് ഫിലിമിനെ അതൊരു വേറൊരു കാറ്റഗറി ഇട്ട് വിളിക്കുന്നതായിരിക്കും ബെറ്റർ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ സ്ക്രിപ്റ്റിൽ നിങ്ങൾ സ്റ്റോറി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഥ നിങ്ങൾക്ക് സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഈ ഓരോ കാലഘട്ടത്തിലും ട്രെൻഡ്സ് ഉണ്ട്. അതായത് ക്രൈം ത്രില്ലർ ഓടുന്ന ഒരു ടൈം, കോമഡി എല്ലാ ടൈമിലും വർക്കൗട്ട് ആവും. കോമഡിയുടെ ഒരു ടൈം, മാസ് പടങ്ങളുടെ ടൈം, ഫീൽ ഗുഡ് പടങ്ങളുടെ ടൈം, ഹൊററിൻ്റെ ഒരു ടൈം, അപ്പം മസാല മൂവീസിൻ്റെ ടൈം. ഇങ്ങനെ ദർ ഇസ് ഓൾവേസ് എ ട്രെൻഡ്സ് ഗെറ്റ്സ് ക്രിയേറ്റഡ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ആ ട്രെൻഡ്, വാട്ട് എവർ ദ ട്രെൻഡ് ഇസ്, സ്റ്റോറി എഴുതി നിങ്ങൾ വെക്കുക. അത് നിങ്ങൾക്ക് 1 10 എത്ര സ്റ്റോറി വേണമെങ്കിലും എഴുതി വെക്കാം. ആ ട്രെൻഡ് അനുസരിച്ച് വേണം നിങ്ങളിത് പ്രൊഡക്ഷനിലേക്ക് പിച്ച് ചെയ്യാൻ വേണ്ടി. ഏത് പ്രൊഡ്യൂസറിനെ നിങ്ങൾ കാണുക, ട്രെൻഡ് അനുസരിച്ച് പിച്ച് ചെയ്യുക. ബിക്കോസ് മജോറിറ്റി ഓഫ് ദ ഗൈസ്, എസ്പെഷ്യലി ട്രഡീഷണൽ പ്രൊഡക്ഷൻ ഹൗസസ്, സ്ഥിരമായിട്ട് പടം പിടിക്കുന്നത് ഇതൊരു ബിസിനസ്സായിട്ട്, കോൺസ്റ്റന്റ് ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ട്രെൻഡ് അനുസരിച്ച് പടം എടുക്കാനാണ് നോക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ട്രെൻഡിന് വിഭിന്നമായിട്ട് പടമെടുത്ത് അത് ഹിറ്റ് അടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഓവറോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ട്രെൻഡ് അനുസരിച്ചാണ് പടങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പം A സർട്ടിഫിക്കറ്റ് വയലൻസ് പടം ഇപ്പോൾ ആനിമൽ ഇറങ്ങി തുടങ്ങി. ആൻഡ് എനിക്ക് തോന്നുന്നത് അടുത്ത കുറേ പടങ്ങൾ A സർട്ടിഫിക്കറ്റ് ആയിരിക്കും, വയലൻസ് ആയിരിക്കും. ബിക്കോസ് 800 കോടി ഉണ്ടാക്കാൻ പറ്റും എന്ന് അത് പ്രൂവ് ചെയ്തു, A സർട്ടിഫിക്കറ്റ് ആണെങ്കിലും. സോ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ ആ സ്റ്റോറി പിച്ച് ചെയ്യുക. സോ നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടായി, സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്, സ്ക്രിപ്റ്റിങ്ങിനുള്ള ഡീറ്റെയിൽസ്, 20 മിനിറ്റ് ചേഞ്ച് ഓവർ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിനുള്ള എപ്പിസോഡിനകത്ത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളത് പോയി നോക്കുക. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങളൊരു സ്റ്റോറി എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി, അപ്പം നിങ്ങൾക്ക് ഈ കഥ ചോരാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ഈ കഥ അടിച്ചു മാറ്റാൻ പാടില്ല വേറൊരാൾ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ SW അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുബന്ധ സംഘടനകളുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അസോസിയേഷൻ, യൂണിയൻ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. ഓൺലൈനിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും. അവിടെ നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു എലമെന്റ് നിങ്ങൾ പിടിച്ചു വെച്ചിട്ട് വേണം ഇത് രജിസ്റ്റർ ചെയ്യാൻ. എല്ലാ കഥയും കൂടെ നിങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് രജിസ്റ്റർ ചെയ്യരുത്. അതായത് നിങ്ങൾ കഥാസാരം എഴുതി ഒരു സ്റ്റോറി എഴുതിയിട്ട് അതിൻ്റെ ചില എലമെന്റ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണം. കാരണം പറഞ്ഞാൽ എല്ലാ കഥയും നിങ്ങൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ പ്രതലം മാറ്റി പിടിച്ചാൽ മതി. അതായത് നിങ്ങളുടെ കഥ നടക്കുന്ന നഗരത്തിലാണെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് അത് മുംബൈയിലെ ഒരു ഗ്രാമത്തിൽ, ഏതെങ്കിലും മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയും കുറച്ച് ചേഞ്ചസും വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറിയുടെ കാതൽ പോയി. ആ പുള്ളിക്കാരൻ അത് ചെയ്യാൻ പറ്റും. പിന്നെ അത് പ്രൂവ് ചെയ്യാൻ നടക്കണം, ഇല്ല ഇത് നമ്മുടെ കാതലുമായിട്ട്, നമ്മുടെ കഥയുടെ സാരമായിട്ട് വളരെ ക്ലോസ് റിലേറ്റഡ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ നടക്കണം. സോ ബെറ്റർ ഐഡിയ ഈസ് ടു ഗോ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് പോകുമ്പോൾ ഇത് ചീപ്പല്ല. കാരണം പറഞ്ഞാൽ ഒരു 3000 രൂപ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കോസ്റ്റ് 3000 രൂപ കോസ്റ്റ് പ്ലസ് GST, 18% GST, അതായത് 3540 റുപ്പീസ് ആണ് ഇപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്ന സമയത്തുള്ള കഥയുടെ രജിസ്ട്രേഷൻ ചാർജസ്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു രജിസ്ട്രേഷൻ ട്രാക്കിംഗ് നമ്പർ കിട്ടും. ഇൻ കേസ് ഒരു ഡിസ്പ്യൂട്ട് നാളെ വന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് ലീഗൽ സപ്പോർട്ട് ഫ്രം ദ ഫേം. ഇതാണ് അവർ ഓഫർ ചെയ്യുന്നത്. അത് എത്രത്തോളം സത്യമാണ്, ആരൊക്കെ ലീഗൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ആരൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദിസ് ഇസ് ദ ഓഫർ. ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, ബോളിവുഡിൽ 2 years ബാക്കിൽ ഒരു മേജർ നടൻ്റെ ഒരു പടം ഷൂട്ട് പ്രോഗ്രസ് ചെയ്ത് 50% ഷൂട്ടായപ്പം നിർത്തിവെച്ചു. കാരണം SW വെന്റ് ഇൻ ടു എ what do you call it, ഒബ്ജക്ഷൻ. അതായത് ഒബ്ജക്ഷൻ കോർട്ടിൽ നിന്ന് മേടിച്ചു. കാരണം അത് കോയിൻസിഡൻസ് ആണെന്ന് പറയപ്പെടുന്നു. അതായത് 2 സ്റ്റോറി രജിസ്റ്റർ ചെയ്തു, 2നും SW ഇത് കൊടുത്തു, നമ്പേഴ്സ് എല്ലാം കൊടുത്തു. പക്ഷെ ബോത്ത് സ്റ്റോറീസ് ആർ സിമിലർ. സോ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റോറീസ് വെറ്റിംഗ് പരിപാടി അവർക്കില്ല. അതായത് നിങ്ങളുടെ സ്റ്റോറി കേട്ടിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സ്റ്റോറി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള വെറ്റിംഗ് പരിപാടി ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് അവർ റിവ്യൂ ചെയ്ത് രജിസ്റ്റർ ചെയ്യും. ഇതാണ് അവർ ചെയ്യുന്നത്. അതിനൊരു രജിസ്ട്രേഷൻ നമ്പറാണ്. സോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കണ്ടന്റ് ആണ് നിങ്ങൾ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് അയക്കേണ്ടത്. അതായത് മാസ് ഇമെയിലിംഗ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എല്ലാ പ്രൊഡക്ഷൻ ഹൗസുകളിൽ അയക്കുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അയക്കുക. ഇതാണ് ഒരു റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു മെയിൽ അയക്കുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് മെയിൽ കിട്ടാറുണ്ട്. നിങ്ങളൊരു മെയിൽ അയക്കുമ്പം ദയവ് ചെയ്തതിനൊരു തലയും വാലും വേണം. അതായത് ഈ മെയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ ഒരുപാട് മെയിൽ വന്ന് നടക്കും. ചില സമയത്ത് നമ്മൾ ആ മെയിൽ വായിക്കും, നമ്മൾ കഥ തേടുന്നില്ലായിരിക്കും. പിന്നീട് നമ്മൾ പോയി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിലല്ല സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് സ്റ്റോറി, കോമഡി, അല്ലെങ്കിൽ മാസ്, വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ടായിരിക്കും ഇമെയിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു, ഒരു 100 മെയിൽ ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ 3000 മെയിൽ, 6 മാസം കഴിയുമ്പോൾ 18,000 മെയിൽസ് ഒന്നും ഇപ്പോൾ ആരും ഡിലീറ്റ് ചെയ്യാറില്ല. ഈ സ്പാംസ് മാത്രമേ ഇപ്പോൾ എല്ലാവരും ഡിലീറ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരു 18,000 മെയിലൊക്കെയാണ് ഒരു 6 മാസം കൊണ്ടാവുന്നത്. ഇതിനകത്തൊന്ന് സെർച്ച് ഹിറ്റ് ചെയ്ത് തിരിച്ചു വരണമല്ലോ. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രൊഡക്ഷനോ പ്രൊഡ്യൂസറിനോ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് ലൈനിൽ തന്നെ ഡയറക്റ്റ് റെഫറൻസ് നോക്കുക. അതായത് സ്റ്റോറി, കോമഡി സ്റ്റോറി, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കീവേഡ്, അതായത് കോമഡി, സ്റ്റോറി, മാസ്, വയലൻസ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ലൈനിൽ തന്നെ വെക്കുക. 1. 2,
ബോഡിയിൽ, അതായത് ഇമെയിൽ ബോഡിക്കകത്ത് നിങ്ങൾ ദയവ് ചെയ്ത് അഡ്രസ്സ് ചെയ്യുക. ചില സമയത്ത് ചിലരൊക്കെ മെയിൽ അയക്കുന്ന വെച്ചാൽ ഒരു അറ്റാച്ച്മെൻറ്റ് കാണും, അവരുടെ ഒരു ഫ്രം അഡ്രസ്സും കാണും. സബ്ജക്റ്റും ഇല്ല, ടു ഇല്ല, ഫ്രമും ഇല്ല, ഒന്നുമില്ല. ഈവൻ ഒരു എന്താ പറയുന്നത്, കോണ്ടാക്ട് നമ്പറോ ഒരു പേരോ പോലും ഇല്ല. പിന്നെ മെയിൽ വരുന്ന മെയിലോ ആളുടെ പേരിലായിരിക്കത്തില്ല, badboy@gmail.com ഇങ്ങനെയൊക്കെയുള്ള മെയിലിലാണ് മെയിൽ അയക്കുന്നത്, തലയും വാലും ഇല്ലാതെ. ഇതങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു കരിയറിന് ഇറങ്ങിത്തിരിക്കുമ്പം മേക്ക് ഷുവർ യു ഹാവ് പ്രൊഫഷണലിസം. ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ഇടത്തൊക്കെ ബാഡ് ബോയ് അല്ലെങ്കിൽ ഗോ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷെങ്കിൽ നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്ത് ഇറങ്ങുമ്പം മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നിങ്ങൾക്കൊരു റെസ്പെക്ട് വേണം. അത് നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നണം, പ്രൊഡ്യൂസേഴ്സിന് തോന്നണം. അല്ലാതെ ഏതെങ്കിലും ഒരുത്തന്നെ എഴുതുന്ന ചുമ്മാ എവിടെയെങ്കിലും ഒരു അയച്ചു എന്നേ അവർ വിചാരിക്കത്തുള്ളൂ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് അഡ്രസ്സ് ചെയ്യുക. അതായത് നിങ്ങൾ ആ മെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു മൂവി ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ രഹസ്യമായിട്ടൊന്നും വെച്ച് നിങ്ങൾക്ക് ഒരു കഥ ഇറക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ഇതറിയും. ഇത് പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് വെക്കുമല്ലോ, സ്റ്റോറി ആയാലും സ്ക്രിപ്റ്റ് ആയാലും പേര് വെക്കും. സോ വൈ സോ ഐഡിയസ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ മെയിൽ അഡ്രസ്സ് തുടങ്ങുക. ആ മെയിലിൽ നിന്ന് ഈ സബ്ജക്റ്റ് ലൈൻ വെച്ചിട്ട് എന്താണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ സബ്ജക്റ്റ് ലൈൻ, കീവേഡ് സബ്ജക്റ്റ് ലൈൻ വെച്ചിട്ട് ബോഡിയിൽ ടു ഡിയർ എന്താണോ പ്രൊഡ്യൂസറോ എന്താ നിങ്ങൾക്ക് വിളിക്കാനുള്ളത് അത് വിളിച്ച് ഒരു ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു സ്റ്റോറി എഴുതാനല്ല പറയുന്നത്, എൻ്റെ കഥയാണ്, ഇത് ഇന്നതാണ്, ഒരു സബ്ജക്റ്റ്, ഒരു ബോഡി ലൈൻ ഉണ്ടാക്കുക. പിന്നെ ഒരു റിഗാർഡ്സ്, പേര്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം ഇതുപോലും ചെയ്യാത്ത ആൾക്കാരാണ് ഈ സ്ക്രിപ്റ്റ് അയക്കുന്നത്. 2, സ്ക്രിപ്റ്റ് നമ്മൾ തുറന്നു, നിങ്ങൾ SW രജിസ്റ്റർ ചെയ്തു എന്ന് ഞാൻ പറയുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് തുറക്കുമ്പം SW രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ കഥയുടെ, അതായത് ഹെഡർ ആൻഡ് ഫൂട്ടർ, നിങ്ങൾ വേർഡിൽ PDF ആയിരിക്കും നിങ്ങൾ അയക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആരും ഹാർഡ് കോപ്പി ഒന്നും കൊണ്ടു നടക്കാറില്ല, മേടിക്കാറുമില്ല. എല്ലാവരും എസ്പെഷ്യലി NRI പ്രൊഡ്യൂസേഴ്സൊക്കെ അറിയാമല്ലോ, ട്രാവലിംഗ് ആണ്. ഈ കിലോ കണക്കിന് സാധനം കൊണ്ട് കൊണ്ടു നടക്കാൻ ആർക്കുമില്ല. എല്ലാവരും ലാപ്പിൽ വായിക്കുന്നു അല്ലെങ്കിൽ ഐപാഡിൽ വായിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡറിലും ഫൂട്ടറിലും, നിങ്ങൾ DTP ആണ് എടുക്കുന്നതെങ്കിൽ ഹെഡറിലും ഫൂട്ടറിലും കഥയുടെ പേരും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും മസ്റ്റായിട്ടും വെക്കണം. കാരണം പറഞ്ഞാൽ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഓഫീസ് മറ്റേ ക്ലിയറൻസ് നടന്നുകൊണ്ടിരുന്നപ്പം ഒരുപാട് സ്ക്രിപ്റ്റുകൾ, അതായത് നമ്മൾ റിജക്റ്റ് ചെയ്ത സ്ക്രിപ്റ്റുകളാണ്, മറ്റേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ടില്ല. നമ്മൾ മറ്റേ എല്ലാവരെയും നോട്ടിഫൈ ചെയ്യാനുള്ള, പക്ഷെ നോട്ടിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു. കാരണം തലയില്ല വാലുമില്ല, ഇത് ആര് തന്നു, ആരെഴുതി, ഒന്നുമില്ല. ചിലപ്പോൾ അന്നത്തെ സമയത്ത് ഇത് കൊണ്ട് റിസപ്ഷനിൽ കൊടുത്ത സമയത്ത് 4 വർഷം മുമ്പുള്ള സ്ക്രിപ്റ്റാണ്, ഇത് കൊണ്ട് കൊടുത്തപ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു കാണും, മറ്റേ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല. ആര് തന്നു, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റ് നമ്മൾ നശിപ്പിച്ചു കളയും, വെച്ചോണ്ടിരിക്കത്തില്ല. ഈ സ്ക്രിപ്റ്റ് നശിപ്പിക്കുന്നതിന് മുമ്പേ അവരെ മെയിൽ അയക്കും, 3 തവണ മെയിൽ അയക്കും, 3 തവണ ഞങ്ങൾ വിളിച്ചിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്ക്രിപ്റ്റുകൾ കത്തിക്കാറുള്ളൂ. കത്തിച്ചു കളയുന്നത്, ഞങ്ങൾ പുറത്തൊന്നും ഞങ്ങൾ കളയാറില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ, പിന്നെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ DTP ഹാർഡ് കോപ്പി കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ കൊടുക്കുക. ചില പഴയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവർക്ക് ഇതൊന്നും വായിക്കാൻ അവർക്ക് താല്പര്യമില്ല, അവർക്ക് ബുക്ക് വായിക്കുന്നതാണ് താല്പര്യം. സോ അങ്ങനെയുള്ളിടത്ത് മാത്രം നിങ്ങൾ DTP ആക്കി കൊടുക്കുക. കാരണം DTP ആക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു പേപ്പർ 10-200 പേപ്പർ, പ്രിന്റ് കോസ്റ്റ്, ഇതെല്ലാം നിങ്ങളുടെ കോസ്റ്റാണ്. 10 പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ഇറങ്ങും നിങ്ങൾ തന്നെ ചിന്തിക്കുക. സോ ഓൾവേസ് ഗോ ഫോർ ഡിജിറ്റൽ വെർഷൻ. റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ അല്ലാതെ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു, ഇതിൻ്റെ മറ്റേ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പേര്, കഥയുടെ പേര്, ഇത്രയും സാധനം ഹെഡറിലും ഫൂട്ടറിലും കാണും. ഈ ഹെഡറിലും ഫൂട്ടറിലും കയറണം എന്ന് വെച്ചാൽ എല്ലാ പേജിലും ഇത് റിഫ്ലക്റ്റ് ആവും. ഇതിനാണ് പറയുന്നത്. നമ്പറിങ് ഇടണം മസ്റ്റായിട്ടും. അതായത് എല്ലാ പേജസിനും DTPയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ DTP സെൻറ്ററിൽ പറയണം എല്ലാ പേജിനും കണ്ടിന്യൂസ് നമ്പർ ഇടാൻ, 1 2 3 4 അങ്ങനെ കണ്ടിന്യൂസ് നമ്പർ, പ്ലസ് സീൻ നമ്പേഴ്സ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് തുറക്കുമ്പം ദ ബെസ്റ്റ് തിങ് ഈസ് ടു ഡു, ഞാനൊരു സിനോപ്സിസിൻ്റെ കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനോപ്സിസ് നിങ്ങൾ ഫസ്റ്റായിട്ട് വെക്കുക, ഫോളോഡ് ബൈ സ്റ്റോറി വെക്കുക, ഫോളോഡ് ബൈ സ്ക്രിപ്റ്റ്.
ഇതാകുമ്പം ഒരു കണ്ടിന്യൂസ് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പം സാധാരണ ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, കഥാപാത്രങ്ങളുടെ ഒരു ആമുഖം വെക്കും. അതായത് ഉദാഹരണം പറഞ്ഞാൽ ജോർജ് എത്ര വയസ്സുണ്ട്, എത്ര ഇതിൽ പഠിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കും. ചില സമയത്ത് ഏത് ആർട്ടിസ്റ്റാണോ ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ മനസ്സിലുള്ളത് അതും വെക്കും. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പം ആ കഥാപാത്രത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും, അതായത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഈ ഇത് സ്ക്രിപ്റ്റ് ചൂസിങ്, അതായത് സ്റ്റോറി സെലക്ഷൻ, സ്റ്റോറി സെൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതൊരു വിഷ്വലൈസേഷനാണ്. നിങ്ങൾ എന്താണോ എഴുതി വെച്ചേക്കുന്നത് ആ പ്രൊഡ്യൂസറിന് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയാണ് ഈ പടം വരാൻ പോകുന്നത്. ആ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് പോരാ, ഇങ്ങനല്ല ഈ സാധനം വരുന്നത്, ഇന്ന സീൻസിൽ ചേഞ്ചസ് വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി, അതായത് നിങ്ങൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു, അതിനൊരു സിനോപ്സിസ്, അതിനൊരു സ്റ്റോറി ലൈന്, സ്റ്റോറി കൊടുക്കണമെങ്കിൽ സിനോപ്സിസ് വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ സ്റ്റോറി കൊടുക്കാവൂ എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സ്റ്റോറി കൊടുക്കുന്നു, സ്റ്റോറി വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സ്ക്രിപ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യാൻ പറ്റും. അനാവശ്യമായിട്ട് ഇതെല്ലാം കൂടെ തൂക്കി ആൾക്കാർക്ക് കൊടുക്കണ്ട. പിന്നെ അടിച്ചു മാറ്റുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ നമ്മുടെ സുഹൃത്തുക്കൾ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട്, ആരും അടിച്ചു മാറ്റി അങ്ങനെ പടം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താലൊന്നും നിലനിൽക്കുകയില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ എത്ര കാശ്, ഇതൊരു കാശ് ഇൻഡസ്ട്രിയാണ്, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്, ഇതൊക്കെ ശരിയാണ്. ഇതൊരു കലയാണ്. ഈ കലയുടെ ഒരു പ്രശ്നം വെച്ചാൽ കർമ്മ. നിങ്ങൾ അടിച്ചു മാറ്റി ഒരു കഥ ചെയ്താൽ പണി നിങ്ങൾക്ക് വന്നിരിക്കും. നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയം വരും. അത് പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ്. താൽക്കാലിക ലാഭം നിങ്ങൾക്കുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഹിറ്റ് അടിക്കും, ആർട്ടിസ്റ്റിൻ്റെ കൂടെ സ്റ്റേജിൽ കയറി, ഇതൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ കർമ്മ വിൽ ക്യാച്ച് ഓൺ ടു യു, ബട്ട് ആൻഡ് ഇറ്റ് വിൽ ബി വെരി ബാഡ് അറ്റ് ദാറ്റ് ടൈം. സോ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബിക്കോസ് പല ആൾക്കാരുടെയും ട്രസ്റ്റിലാണ് ഒരു സ്ക്രിപ്റ്റ് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുന്നത്. ആ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആസ് എ പ്രൊഡ്യൂസർ ഓർ എ പ്രൊഡക്ഷൻ ബാനർ അധികകാലമൊന്നും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആരെങ്കിലും വലിയ നിലയിലേക്ക് എത്തും. അതായത് സ്റ്റോറി എഴുതുന്ന ആളായാലും സ്ക്രിപ്റ്റ് എഴുതുന്ന ആളായാലും നിങ്ങൾക്കൊരു ടൈം വരും. ആ ടൈമിൽ യു വിൽ ടെൽ 10 പേരുടെ അടുത്ത് നിങ്ങൾ തന്നെ പറയും, അല്ല ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക, ആരെന്നെ അടിച്ചു മാറ്റിയെന്ന് പറയും. യൂഷ്വൽ. പിന്നെ എന്തിനാണ് അടിച്ചു മാറ്റുന്നത്? നിങ്ങൾക്ക് തരാൻ പോകുന്ന റെമുനറേഷൻ ഇല്ലാതാക്കുക. ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളിനെ കൊണ്ട് ഇത് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യുക. ഇതിനാണല്ലോ അടിച്ചു മാറ്റുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ സ്റ്റോറി സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ്, അതായത് സ്ക്രിപ്റ്റിനകത്തുള്ള ഡീറ്റെയിലിംഗ് ഞാൻ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അത് പോയി വാച്ച് ചെയ്യുക. അപ്പം നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ബോംബാർഡ്മെൻറ്റ്, എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലേക്കും നിങ്ങൾ മെയിൽ അയക്കും. ഇതൊരു മാർക്കറ്റിംഗ് വർക്കൗട്ട് ആവാതിരിക്കാം. 99% ചാൻസസ് ഓഫ് ഫെയിൽ. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദാറ്റ് ഏത് പ്രൊഡക്ഷൻ ഹൗസ് ആണോ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ആ പ്രൊഡക്ഷൻ ഹൗസിനെ കോൺസ്റ്റൻറ്റ് ഫോളോ ചെയ്തിട്ട് അവർ സ്റ്റോറി റിക്വസ്റ്റ്, സ്റ്റോറി അനൗൺസ്മെൻറ്റ്, അതായത് ഞങ്ങൾക്ക് സ്റ്റോറി വേണം, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വരും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ. അത് നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ അനൗൺസ്മെൻറ്റ് വരുമ്പം അന്നേരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ 5-10 സ്റ്റോറി ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതാണോ കോൾ ഫോർവേഡ് ചെയ്തേക്കുന്നത്, അതായത് ഇപ്പം പ്രൊഡക്ഷൻ ഹൗസ് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു കോമഡി സബ്ജക്റ്റിന് കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. 10 ദിവസമായിരിക്കും നോർമൽ കട്ട് ഓഫ് ഡേറ്റ്, അല്ലെങ്കിൽ 2 വീക്സ്. ആ 2 വീക്സിനുള്ളിൽ അവർ അത് വായിക്കുകയും അത് എടുക്കുകയും. ഇപ്പം ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് കമ്മിറ്റി ഉണ്ട്. ഒരു 5 പേർക്ക് നമ്മളിത് വായിക്കാൻ കൊടുത്തിട്ട്, ഇറ്റ്സ് എ പെയ്ഡ് കമ്മിറ്റി, ഇറ്റ്സ് നോട്ട് ഫ്രീ കമ്മിറ്റി, പെയ്ഡ് ആണ്. 5 പേർക്ക് ഇത് വായിക്കാൻ കൊടുക്കും. അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കും. ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടാണ് ഒരാളിനെ വിളിച്ച് സ്റ്റോറി കേൾക്കത്തുള്ളൂ, നേരിട്ട് ഇരിക്കത്തുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സമയത്തിനും സാമ്പത്തികത്തിനും വിലയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ കോഴിക്കോടിനും കാസർഗോഡിനും തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ കഥ പറയാൻ വരിക, ചുമ്മാ കയറി പോന്നേക്ക് എന്ന് പറയത്തില്ലേ, അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ. അപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വന്നു. പിന്നെ നിങ്ങളൊരു കഥ അയച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയേണ്ടത്, നിങ്ങൾക്ക് ജിജ്ഞാസ കൂടുതലാണ്. ഒബ്വിയസ്ലി നിങ്ങൾ ആദ്യമായിട്ടൊരു കഥ അയക്കുന്നു, അല്ലെങ്കിൽ 100 തവണ കഥ അയച്ചിട്ടുണ്ട്. പിന്നെ ചേസിങ് സ്റ്റാർട്ട് ചെയ്യും. ചേസ്, അതായത് എന്തായി,
എന്തായി, പ്രൊഡക്ഷൻ ഹൗസിൽ ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കും, എന്തായി, ഞാൻ കഥ കൊടുത്തിട്ടുണ്ട്, എന്തായി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വാട്സപ്പ് അയച്ചുകൊണ്ടേയിരിക്കും. അത് ചെയ്യരുത്. ബിക്കോസ് the chances of getting rejection is higher for that. Desperation creates rejection. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് കമ്മിറ്റി വായിച്ചിട്ട് തിരിച്ചു വന്നിട്ടില്ല, ചിലപ്പം സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വെച്ചേക്കുക. അപ്പോൾ ചില സബ്ജക്റ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പിടികിട്ടാത്ത സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, സൺഡേ ഹോളിഡേസ് ആൻ എക്സാമ്പിൾ. സ്ക്രിപ്റ്റ് കമ്മിറ്റിക്ക് വായിച്ചിട്ട് പിടികിട്ടിയില്ല, അത് മുമ്പോട്ട് പോകണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനത് വായിക്കുന്നത്. ഞാൻ വായിച്ചിട്ടാണ് അതിന് ഗോ ഹെഡ് കൊടുത്തത്. എനിക്കത് വർക്കൗട്ടായി. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ 5 തവണ ഞാൻ വായിച്ചു, കണ്ടിന്യൂസ് ഇരുന്നില്ല. 5 തവണ വായിച്ചപ്പോൾ എനിക്ക് ടോട്ടൽ മൂവിയുടെ എന്താണോ ജസ്റ്റ് ഉദ്ദേശിച്ച് അത് എനിക്ക് വർക്കൗട്ടായി. പക്ഷെ എൻ്റെ സ്ക്രിപ്റ്റ് കമ്മിറ്റിക്ക് കൺഫ്യൂഷനായിരുന്നു. ആ കഥ വായിച്ചിട്ട് ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല, ഔട്ട്സ്റ്റാൻഡിങ് ഇല്ല എന്നുള്ള രീതിയിലാണ് എന്ന് സ്ക്രിപ്റ്റ് കമ്മിറ്റി പറഞ്ഞത്. സോ ഇത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചേസ് ചെയ്യാൻ പാടില്ല. ഒരു കഥ നിങ്ങൾ അയച്ചു കൊടുത്താൽ, പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അയച്ചു കൊടുത്താൽ, ഒരു 15 days to 3 weeks, അതായത് 3 ആഴ്ച വരെ നിങ്ങൾ വിട്ടുപിടിക്കുക. അത് നിങ്ങൾ ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയത്തില്ലേ, ഫയർ ആൻഡ് ഫോർഗെറ്റ് ചെയ്യുക. ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് വന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കുക, എന്തായി, ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ള രീതി ചോദിക്കുക. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, സ്പാമിൽ പോയി കിടക്കും, അതും പോസിബിലിറ്റിയാണ്. മെയിലിൻ്റെ സ്പാമിൽ പോയി കിടക്കും. അത് ഈ മെയിലിൻ്റെ സ്പാമിൽ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പേര് ഉപയോഗിക്കാതെ ഈ ബാഡ് ബോയ്, ബാഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ, ജിമെയിൽ മറ്റേ അങ്ങനെയൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഹെഡ് മറ്റേ ഇതിന് സബ്ജക്റ്റ് ഇല്ല, ബോഡി ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള മെയിൽ അയക്കുമ്പോഴാണ് ശരിക്കും സ്പാമിൽ പോകുന്നത്. ഇതൊരു പ്രോപ്പർ സ്ട്രക്ചറിൽ അയച്ചാൽ മെയിലിൻ്റെ, ഇമെയിൽസിൻ്റെ AI എഞ്ചിൻ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് പറയും, ഓക്കെ ദിസ് ഇസ് എ ജെന്യൂൻ മെയിൽ. അങ്ങനെ കറക്റ്റായിട്ട് അത് ഡെലിവർ ആവും. 3 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഫോളോ അപ്പ് ചെയ്യുമ്പം അവർ ഒന്നിൽ നിങ്ങളുടെ അടുത്ത് പറയും, എന്ത്, സോറി, ഇത് ഞങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല, നിങ്ങൾ ചൂസ് ആയില്ല എന്ന് പറയും. ഇല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇപ്പം ഇവിടെ ഒരു ചലഞ്ച് കിടപ്പുണ്ട്. അതായത് ചില പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസസ്, ദേ ഡോണ്ട് കെയർ ടു റെസ്പോണ്ട്. അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ട്. എല്ലാവരും സ്ട്രൈറ്റ് അല്ല, എല്ലാവരും ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ നിന്ന് വന്നതാവണമെന്നില്ല. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സിനുള്ളിൽ നമ്മൾ എല്ലാം വായിച്ച് എടുക്കും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോമഡി സ്റ്റോറി ഇട്ടിട്ട് 65 സ്റ്റോറീസ് വന്നിരുന്നു. 65 സ്റ്റോറീസിൽ നിന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് 15ലേക്ക് വന്നു. 15ൽ നിന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് 4ലേക്ക് വന്നു. 4ൽ നിന്ന് നമ്മൾ ഒരു സാധനം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ആസ് ഈസ് കണ്ടീഷനിൽ ആ സാധനം എടുക്കാൻ പറ്റില്ല, ഓടില്ല. അതിനകത്ത് പക്ഷേ ഒരു എലമെൻറ്റ് കിടപ്പുണ്ട് വിച്ച് ക്യാൻ ബി എലിവേറ്റഡ്. സോ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോറി ടെല്ലറിനടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് റെഡി ടു ഗോ, നമ്മളിത് എലിവേറ്റ് ചെയ്യണം, ബട്ട് നമ്മൾ മൂവിയുടെ വർക്കിലാണ്, സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ സിറ്റ് എന്നുള്ള കാര്യം ആ സ്റ്റോറി റൈറ്ററിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് മെയിൽ വായിക്കും. അതായത് റിജക്ഷൻ വന്നാലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയാലും ഞങ്ങളുടെ ഒരു രീതി പറഞ്ഞാൽ ഞങ്ങൾ ഒഫീഷ്യൽ മെയിൽ ഇടും. ഏത് ചാനലിലാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അതായത് ഇമെയിലിലേക്കാണ് അയച്ചെങ്കിൽ ഇമെയിലിനകത്ത് റെസ്പോൺസ് വരും. അതല്ല വാട്സപ്പിലേക്കാണ് അയച്ചെങ്കിൽ, വാട്സപ്പ് ഹാൻഡിലേക്കാണ് അയച്ചെങ്കിൽ വാട്സപ്പിലേക്ക് റെസ്പോൺസ് വരും. ഇതിങ്ങനെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇത് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനിത് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയും ഒരു ഡിവിഷൻ ഹെഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, റെസ്പോൺസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 48 hour റൂള്, 3 rings റൂള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂൾസ് ഉണ്ടായിരുന്നു. അത് ലൈഫിൽ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 3 ബെല്ലിൽ ഫോൺ എടുക്കുക, ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് ക്ലോഷർ, 48 hours ക്ലോഷർ കാണുക. ഒരു സാധനം വായിച്ച് കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് റിജക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ അവരുടെ അടുത്ത് ചെയ്യുക. ഇപ്പം ഞങ്ങൾ റിജക്റ്റ് ആയാൽ പോലും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ഇപ്പം പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മാക്രോ ഗോസ് ഇൻ ടു ഫോർ സാറ്റലൈറ്റ്, OTT, മ്യൂസിക്കിലൊക്കെ ഞങ്ങൾ പിച്ച് ചെയ്യും. വർക്ക് ചിലപ്പോൾ ഞങ്ങൾ എടുക്കത്തില്ല, അവരെടുക്കില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ബിസിനസ് ലോക്കായി കഴിഞ്ഞാൽ, അതായത് സാറ്റലൈറ്റ് ബിസിനസ് ഒരു ഏഷ്യാനെറ്റുമായിട്ടോ ജിയുമായിട്ടോ അല്ലെങ്കിൽ മനോരമയുമായിട്ടോ ആരുമായിട്ട് സാറ്റലൈറ്റ് ബിസിനസ് അല്ലെങ്കിൽ OTT ബിസിനസ് ലോക്കായി കഴിഞ്ഞാൽ, കമ്മിറ്റ് ചെയ്ത് കോൺട്രാക്ട് സൈൻ ചെയ്താൽ, ഞങ്ങൾ ആർക്കൊക്കെ മെയിൽ അയച്ചോ, പ്രപ്പോസൽ അയച്ചോ, അവർക്കെല്ലാം ഞങ്ങൾ തിരിച്ചു മെയിൽ അയക്കും, ഒരു നന്ദി പറഞ്ഞതുകൊണ്ട്. അതായത് നമ്മുടെ പ്രപ്പോസൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെങ്കിൽ നെക്സ്റ്റ് ടൈം
വി വിൽ വർക്ക് ടുഗദർ എന്നുള്ളത് അതൊരു ബിസിനസ് എത്തിക്സിൻ്റെ ഭാഗമാണ്. ആ ഒരു എത്തിക്സ് സാധനം എല്ലാവർക്കും നിങ്ങൾക്ക് മെയിലൊന്നും അയക്കണമെന്നില്ല. അത്ര പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസസ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡ്യൂസേഴ്സാണ് കൂടുതലും. സിംഗിൾ പ്രൊഡ്യൂസേഴ്സായിട്ട് വന്ന് പടങ്ങളെടുത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരായത്. ഒരു കോർപ്പറേറ്റ് കമ്പനിയായിട്ട് വളർത്തണം, ഇങ്ങനെ തന്നെ സാധനം ചെയ്യണം എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സാധനം ചൂസ് ചെയ്തില്ല. ചേസ് ചെയ്യാതിരിക്കുക. ചേസ് ചെയ്യുമ്പം ഉറപ്പായിട്ടും റിജക്ഷൻ കൂടും. അതായത് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ വന്ന് സെക്കൻഡ് റൗണ്ടിൽ ക്ലോസിംഗ് ആണ്, അടുത്ത വായിക്കാൻ കൊടുത്തേക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഫാമിലി എമർജൻസി, ഹോസ്പിറ്റൽ എമർജൻസി എന്തെങ്കിലും ഡിലേ ആവും. അപ്പം നിങ്ങളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തായെന്ന് പറയും. അപ്പം പറയും ആ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്തേക്കാൻ പറയും. അപ്പം അവിടെ നിങ്ങളുടെ അടുത്ത് പറയത്തില്ല, റീസൺസ് പറയത്തില്ല. അവർ പറയും ഓക്കെ ഫയൽ ക്ലോസ് ദ ഫയൽ എന്ന് പറയും. അപ്പം നിങ്ങൾ റിജക്ഷൻ മെയിൽ വരും. അപ്പം അത് എൻ്റെ ഒരു അഡ്വൈസാണ്. നിങ്ങൾ ഈ ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ ജിജ്ഞാസ കാരണമാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ചെയ്യാതിരിക്കുക. ഇതാണ് ഇത്. ഇപ്പോൾ കഥ പറയാൻ വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമ്പം സാധാരണ ചില സമയത്ത് സ്റ്റോറി ടെല്ലേഴ്സ് മാത്രമേ കാണത്തുള്ളൂ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കാണത്തില്ല. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആൻഡ് സ്റ്റോറി ആയിരിക്കും. ഇല്ലെങ്കിൽ ചില സമയത്ത് ഡയറക്ടർ ഉണ്ടാവത്തില്ല. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ്, അതായത് ഡയറക്ടേഴ്സിനെ കൊണ്ട് വരുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ കവർ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ഒരു ആമുഖം, അതായത് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ആമുഖം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കെയർഫുൾ ആയി കഴിഞ്ഞാൽ യു വിൽ ബി സക്സസ്ഫുൾ. നെക്സ്റ്റ് തിങ് ഐ വോണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് ദ ഡയറക്ടർ, ദി അസോസിയേഷൻ. അത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഇതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ്. നിങ്ങൾക്ക് ഇത് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ളതല്ല. ഐ എം ടോക്കിംഗ് ഡയറക്ട്ലി ടു ദി സ്റ്റോറി ടെല്ലേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. So thank you very much guys for watching the episode. Please subscribe, share and like. Thank you.